Good morning. Okay, Manita, good morning. Okay, Sarah, good morning. Dina, Rosina, okay. Okay, Chikkumol. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നന്നായിട്ടിരിക്കുന്ന എല്ലാവരും? അതെ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളൊരു കഴിഞ്ഞ ദിവസം എടുത്തത് നമ്മള് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനകത്ത് ഫസ്റ്റ് പ്ലാൻ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓർഗനൈസേഷണൽ പ്ലാൻ വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ, റെഗുലർ ആയിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, ചിലപ്പോ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പിന്നീട് വായിക്കാൻ മാറ്റി വെച്ച് കഴിഞ്ഞ് പിന്നീട് വായിക്കുമ്പോൾ ചിലപ്പോ മനസ്സിലാവണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നു തന്നെ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു പോകാനായിട്ട് നോക്കണം കേട്ടോ. വായിച്ച് നിങ്ങളെ മനസ്സിലാക്കി വെക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാം. മാം ഒരു ഡൗട്ട്. പറഞ്ഞോളൂ. 29th എക്സാം, ടേം 1 എക്സാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെ, ഓൺലൈൻ ആയിട്ടാണോ നമ്മുടെ മോക്ക് ടെസ്റ്റ് പോലാണോ? ഓൺലൈൻ ആയിട്ട് തന്നെ കേട്ടോ, ഓൺലൈൻ തന്നെ. മോക്ക് ടെസ്റ്റ് പോലെ തന്നെ വരില്ലേ? അങ്ങനെ തന്നെയാണ്, അതേപോലെ തന്നെയാണ് കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്, ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ലൈവ് ആയിട്ടുള്ള എക്സാം ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ തുടങ്ങി വെച്ചത് കേട്ടോ. ഓക്കെ, ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടും 7 സ്റ്റെപ്പുകളാണ്, 7 ഫേസുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ആ 7 ഫേസ് എന്ന് പറഞ്ഞാല്? ഒന്ന് ഓർഗനൈസേഷണൽ പ്ലാൻ, സെക്കൻഡ് റിക്രൂട്ട്മെന്റ് പ്ലാൻ, തേർഡ് വൺ ഡെവലപ്മെന്റ് പ്ലാൻ, fourth one the retention plan, and fifth one assessment plan, sixth outplacement plan, and seventh one the feedback loop. അങ്ങനെ 7 ഫേസുകളാണ് അതിനകത്ത് വരുന്നത് കേട്ടോ. എല്ലാത്തിന്റെ കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യുന്നു, അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു, അവരെ റീറ്റെയിൻ ചെയ്യുന്നു, അവരെ അസസ് ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് തന്നെയാണ്, അത് തന്നെയാണ് ഈ ഒരു പ്ലാനിനകത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഓർഗനൈസേഷണൽ പ്ലാനിൽ നമ്മൾ പറഞ്ഞു പ്ലാനാണ് കംപ്ലീറ്റ്. നമ്മൾ എന്താണ്, പ്ലാനിങ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ഡിഫൈൻസ് ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ യു ആർ ഗോയിങ് ടു നീഡ് ഇൻ ദ ഫ്യൂച്ചർ ടു മീറ്റ് ആൻഡ് ഓർ എക്സീഡ് യുവർ ബിസിനസ് പ്ലാൻസ് അല്ലെ? ബിസിനസ് ലക്ഷ്യങ്ങളെ, ഭാവിയിലെ ബിസിനസ് ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നത് കൃത്യമായിട്ട് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യാണ്. ഒരു പ്ലാനിങ് സ്റ്റേജ് ആണ്. നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യാണ് അല്ലെ? അപ്പൊ ഭാവിയില് നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, എങ്ങനെയുള്ള ആളുകളെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്കത് ആവശ്യമായിട്ടുള്ളത് എന്ന് അവിടെ കൃത്യമായിട്ട് ആ ഒരു ഫേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ? പിന്നെ എന്താ പറഞ്ഞത്? ഡിഫൈൻസ് ദ സ്പെസിഫിക് സ്കിൽസ് ആൻഡ് സ്കിൽ ലെവൽസ് റിക്വയർഡ് ഫോർ ഈച്ച് പൊസിഷൻ അല്ലെ? അതായത്
ഓരോ പൊസിഷനും അനുയോജ്യമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളും അതുപോലെ സ്കിൽ ലെവൽസുകളും കൃത്യമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അവിടെ പല പല റോളുകൾ ഉണ്ടായിരിക്കും അല്ലെ, പല പല ജോബ് പൊസിഷൻസുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ പൊസിഷനും അനുയോജ്യമായിട്ടുള്ള സ്കില്ലുകൾ എന്തൊക്കെയാണ്? ചില ജോബ് റോളുകൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സ്കില്ലുകൾ ആവശ്യമായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളും ആ സ്കില്ലുകളുടെ സ്റ്റാൻഡേർഡുകളും എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ഡിഫൈൻസ് ദ ജോബ് ഗോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഈച്ച് പൊസിഷൻ ടൈപ്പ്. ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ജോബ് പൊസിഷൻ ആണ് കേട്ടോ. ഓരോ ജോബ് പൊസിഷനും അനുസരിച്ചിട്ടുള്ള ജോലിയുടെ ലക്ഷ്യങ്ങളും അതിന്റെ സ്റ്റാൻഡേർഡുകളും മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു അല്ലെ. പിന്നെന്താണ്? ഡിറ്റർമിൻസ് ദ ആവറേജ് കോസ്റ്റ് ഫോർ ഈച്ച് പൊസിഷൻ ടൈപ്പ്. ബ്രാക്കറ്റില് സാലറി ആൻഡ് ബെനിഫിറ്റ്സ് അല്ലെ. അതായത് ഓരോ ജോബ് പൊസിഷനും അനുസരിച്ചിട്ടുള്ള ശരാശരി ചെലവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ജോബ് റോളും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സാലറി ഒരേ സ്കെയിൽ ആയിരിക്കില്ല അല്ലെ. അതായത് ഓരോ അവർക്ക് കൊടുക്കേണ്ട ശമ്പളവും മറ്റു പല ബെനിഫിറ്റുകളും അത് കൃത്യമായിട്ട് നിർണ്ണയിക്കണം. പല പല ജോബ് ടൈറ്റിലും പല പല ജോബ് റോളുകളായിരിക്കും ഓരോരുത്തർക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഓരോ ജോബ് റോളുകളുടെയും സാലറി സ്കെയിൽ ഒരുപോലെയാണോ? അല്ല, വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഓരോ പൊസിഷനും അനുസരിച്ചിട്ടുള്ള ഒരു ശരാശരി ചെലവ് എന്ന് പറഞ്ഞാല് നമ്മൾ അവർക്കായിട്ട് കൊടുക്കുന്ന ശമ്പളങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്നു, ഒക്കെ പ്ലാൻ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെന്താണ്? ക്വാണ്ടിഫൈസ് ഹൗ ലോങ് ഇൻഡിവിജ്വൽസ് റിമെയിൻ ഇൻ ഈച്ച് ജോബ് ടൈപ്പ്. ഓരോ ജോലിയിലും ആളുകള് എത്ര കാലം അവർ തുടരുമെന്ന് കൃത്യമായിട്ട് കണക്കാക്കുന്നു. ചില എംപ്ലോയീസ് കുറെ നാളൊക്കെ നമ്മൾ വർക്ക് ചെയ്യും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവര് ചിലപ്പോൾ ലീവ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. മറ്റു ചിലരാണെങ്കിൽ ചിലപ്പോ എന്താണ് തുടക്കം മുതൽ അവരുടെ ആ ഒരു ആനിമേഷൻ വരെ അവരവിടെ കംപ്ലീറ്റ് ചെയ്യുന്ന തുടരുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ ജോബ് ടൈപ്പിലും ആളുകളെ എത്ര കാലം തുടരുമെന്ന് കൃത്യമായിട്ട് കണക്കാക്കും. ഇതാണ് ഓർഗനൈസേഷണൽ പ്ലാനിനകത്ത് നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കേട്ടോ, ഒന്നുകൂടി റിവൈസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? മനസ്സിലായോ? അത് ഓർഗനൈസേഷണൽ പ്ലാൻ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓരോ ഫേസുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. അപ്പൊ നമ്മൾ പ്ലാനിങ് കഴിഞ്ഞു. ഇനി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫേസ് എന്താണ്? റിക്രൂട്ടിംഗ് പ്ലാൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ആളുകളെ റിക്രൂട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു, സ്പെസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ജോബ് ടൈപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യാം അല്ലെ, ഹയർ ചെയ്യാം അവരെ. അപ്പൊ അത് തന്നെയാണ് ആ ഒരു ഫേസിൽ നടക്കുന്നത്. റിക്രൂട്ടിംഗ് പ്ലാൻ ആണ്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഒരു ഫേസിൽ നടക്കുന്നത്? ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷണൽ പ്ലാൻ, the recruiting plan determines when to begin the recruiting process for the job types in the business plan. അതായത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഓർഗനൈസേഷണൽ പ്ലാനിന് അനുസരിച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് പ്ലാനിലെ വിവിധ ജോലികളിലേക്കുള്ള അല്ലെങ്കിൽ വിവിധ പൊസിഷനുകളിലേക്കുള്ള റിക്രൂട്ടിംഗ് പ്രോസസ് എപ്പോൾ ആരംഭിക്കണം എന്ന് കൃത്യമായിട്ട് നമ്മൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്യും. ഏത് ഫേസിലാണ്? റിക്രൂട്ടിംഗ് പ്ലാനിനകത്ത് അല്ലെ. അപ്പൊ റിക്രൂട്ടിംഗ് പ്ലാനിനകത്ത് എന്താണ്? നമ്മുടെ ബിസിനസ് പ്ലാനിനകത്തെ വിവിധ ജോബ് ടൈപ്പുകളിലേക്ക് എപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തണം, എപ്പോൾ അതിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ഫേസിൽ ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എന്താണ്? ഐഡന്റിഫൈ സോഴ്സസ് where you have been most successful in finding each category of an employee. അതായത് ഓരോ കാറ്റഗറി ആളുകൾക്കും, അതായത് ഓരോ കാറ്റഗറി ഓഫ് എംപ്ലോയി, നമുക്കറിയാലോ ഓരോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഓരോരോ ജോബ് റോളുകൾ ഉണ്ടായിരിക്കും. ചിലത് മാനേജേഴ്സ് ആയിരിക്കും, ചിലത് സൂപ്പർവൈസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും, ചിലപ്പോൾ ക്ലർക്ക് ആയിരിക്കും. അങ്ങനെ പല പല ജോബ് ടൈപ്പുകളുണ്ട് അല്ലെ. അപ്പോ ഓരോ കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെയും കണ്ടെത്തുന്നതിന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. എന്താ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഏതൊക്കെ സോഴ്സുകൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ ആളുകളെ അല്ലെങ്കിൽ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് നമുക്ക് ഏതൊക്കെ സോഴ്സുകളാണ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നു? തിരിച്ചറിയുന്നു.
പല പല സോഴ്സുകളിൽ നിന്ന് നമുക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാം അല്ലെ. ഇപ്പൊ നമുക്ക് അഡ്വർടൈസ്മെന്റിലുള്ള ആളുകളെ കിട്ടും അല്ലെ. സോ ഇന്നാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകള് അതുവഴി നമുക്ക് കിട്ടും അല്ലെ. പിന്നെന്താണ് എക്സിസ്റ്റിംഗ് ഡാറ്റ ബാങ്ക്സുകള് അല്ലെ. അങ്ങനെയൊക്കെ പല രീതികളില് നമുക്ക് എന്ത് കിട്ടാം, കാൻഡിഡേറ്റ്സുകളെ നമുക്ക് ധാരാളം ലഭിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ ഓരോ കാറ്റഗറി ഓഫ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സോഴ്സുകള് ഏതൊക്കെ സോഴ്സുകളിൽ നിന്ന് നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ ഈ ഒരു ഫേസിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നു, തിരിച്ചറിയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്, ഫോർമലൈസസ് ദ പ്രോസസ് ഫോർ ഇനീഷ്യേറ്റിംഗ്, അപ്രൂവിംഗ് ആൻഡ് കമൻസിംഗ് എ റിക്രൂട്ടിംഗ് പ്രോഗ്രാം. അതായത് ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആരംഭിക്കാനും അതിനെ അംഗീകരിക്കാനും അല്ലെ, അതിനാവശ്യമായിട്ടുള്ള ആ ഒരു പ്രക്രിയ, അതായത് ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് അത് കുറെ കൂടെ ഫോർമലൈസ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഔപചാരികമാക്കി മാറ്റുന്നു. ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. മനസ്സിലായോ? അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതിന് കൃത്യമായിട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് എങ്ങനെ വെച്ച് സോഴ്സുകൾ കണ്ടെത്തണം, അതിന് കാൻഡിഡേറ്റുകളെ നമുക്ക് കിട്ടണം, അവരുടെ ബയോഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യണം, അതിനുവേണ്ടി ഇന്റർവ്യൂ പാനൽ ബോർഡ് മെമ്പേഴ്സിനെ നമുക്ക് തീരുമാനിക്കണം, അതിനനുസരിച്ച് ഇന്റർവ്യൂ ഡേറ്റ് കോൾ ലെറ്റർ അയക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുക, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനകത്ത് വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിൽ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആരംഭിക്കാനും അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്നതിനുമായിട്ടുള്ള ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം, അത് കുറെ കൂടെ എന്ത് ചെയ്യുന്നു, ഫോർമലൈസ് ചെയ്യുന്നു, ഔപചാരികമാക്കുന്നു. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ റിക്രൂട്ട്മെന്റിനെ മാറ്റുന്നു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. തോന്നിയ രീതിയിലല്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാമിനെ എന്ത് ചെയ്യുന്നു, ഫോർമലൈസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ്, determines why candidates decide to join or not to join your organization and documents this information. അതുപോലെ തന്നെ ഏതൊക്കെ കാൻഡിഡേറ്റുകൾ ആ ഒരു സ്ഥാപനത്തിൽ ആ ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യണം അല്ല എന്നുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ നിർണ്ണയിക്കുന്നു. നമുക്കറിയാം, നമുക്കിപ്പോ ഒരുപാട് ബയോഡാറ്റകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് പേര് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, ഇന്റർവ്യൂ നടത്തും, റിട്ടേൺ ടെസ്റ്റുകൾ നടത്തും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നത് അല്ലെ. നമ്മൾ ഈ ബയോഡാറ്റ കളക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത എല്ലാ ആൾക്കാരെയും നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യോ? ഇല്ല. അപ്പോയിന്റ്മെന്റ് കൊടുക്കുവോ? ഇല്ല. അതിന് അനുയോജ്യമല്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെ. റിട്ടേൺ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഇതിലൂടെയൊക്കെയാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ. അതില് എല്ലാവരെയും എല്ലാ കാൻഡിഡേറ്റിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ചില കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ആരൊക്കെ ജോയിൻ ചെയ്യണം, ആരൊക്കെ ജോയിൻ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഇതിൽ നടക്കുന്നത്, റിക്രൂട്ട്മെന്റ് പ്ലാനിനകത്ത് നടക്കുന്നത്. സിമ്പിൾ ആണ്. റിക്രൂട്ട്മെന്റ് പ്ലാനിനകത്ത് എന്താണ്, നമ്മുടെ ബിസിനസ് പ്ലാനിലെ വിവിധ ജോബ് ടൈപ്പുകളിലേക്കായിട്ടുള്ള റിക്രൂട്ടിംഗ് പ്രോസസ് എപ്പോൾ ആരംഭിക്കണമെന്ന് നമ്മൾ ഈ ഒരു ഫേസിനകത്ത് ഡിറ്റർമിൻ ചെയ്യുന്നു. അതുപോലെ വിവിധ കാറ്റഗറി ഓഫ് ജീവനക്കാരെ കണ്ടെത്തുന്നതിന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സോഴ്സസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ സോഴ്സുകളിലൂടെ നമുക്ക് ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ ഈ ഒരു ഫേസിനകത്ത് തിരിച്ചറിയുന്നു. അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നതിനും അതുപോലെ അത് അംഗീകരിക്കുന്നതിനുമായിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെ എന്താക്കുന്നു, ഫോർമലൈസ് ചെയ്യുന്നു, ഔപചാരികമാക്കുന്നു. അതുപോലെ ആ ഒരു ഓർഗനൈസേഷൻ ആരൊക്കെ ജോയിൻ ചെയ്യണം, ആരൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? റിക്രൂട്ട്മെന്റ് പ്ലാൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ആ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി. ഓക്കെ ആണല്ലോ. അടുത്ത ഫേസിലോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ റിക്രൂട്ട്മെന്റ് പ്ലാനില് റിക്രൂട്ട്മെന്റ് നടത്തി അല്ലെ, ആളുകളെ നമ്മൾ എന്ത് ചെയ്തു, ഹയർ ചെയ്തു. ഇനി എന്ത് വേണം, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ
ഡെവലപ്പ് ചെയ്യണം അല്ലെ. അങ്ങനെയല്ലേ വേണ്ടത്. ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ലേ പഠിച്ചത്. എന്താണ് നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങള്, അതായത് ആളുകളുടെ കഴിവുകളും അവരുടെ കഴിവും അറിവും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനെ ഡെവലപ്പ് ചെയ്ത് അതിനെ നിലനിർത്തിക്കൊണ്ട് ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. അതാണല്ലോ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ അവരെ റിക്രൂട്ട് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? അവരെ ഡെവലപ്പ് ചെയ്യണം അല്ലെ. അതാണ് എന്ത് ഡെവലപ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. വികസന പദ്ധതിയാണ് കേട്ടോ. അപ്പൊ അവിടെ ആർക്കൊക്കെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റിലൂടെ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയും വേണം, അതോടൊപ്പം അവരുടെ എംപ്ലോയീസിന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും ഉറപ്പാക്കണം അല്ലെ. ആ രീതിയിൽ രണ്ടു കൂട്ടർക്കും പരമാവധി പ്രയോജനപ്പെടുന്ന രീതിയിലായിരിക്കണം ഒരു ടാലന്റ് മാനേജ്മെന്റ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് മൂന്നാമത്തെ ഫേസ്, ദ ഡെവലപ്മെന്റ് പ്ലാൻ, വികസന പദ്ധതി. ഓക്കെ, നോക്കാം കേട്ടോ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ്. ഇതിന്റെ മീനിങ്ങുകൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം. ensures each job type has the objective standards of performance and that career directions for each position can be clearly identified. എന്താണ് അവിടെ പറയുന്നത്? അതായത് നമുക്കറിയാം ഓരോ ജോബ് റോളുകളിലും ഈ പറയുന്ന ഓരോ ജോബ് റോളുകളിലും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് അവിടെ ഉറപ്പുവരുത്തണം. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ പല പല ജോബുകൾ ഉണ്ടായിരിക്കും, പല പല പൊസിഷൻസുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഓരോ ജോബ് റോളിലും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അതുപോലെ തന്നെ കരിയർ ഡയറക്ഷൻ ഫോർ ഈച്ച് പൊസിഷൻ ക്യാൻ ബി ക്ലിയർലി ഐഡന്റിഫൈഡ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ എംപ്ലോയിക്കും അവരുടെ ജോബ് റോളിൽ നിന്നുകൊണ്ട് പരമാവധി അവർക്ക് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ആവശ്യമായിട്ടുള്ള എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസുകളും അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഡെവലപ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. ചുരുക്കി പറഞ്ഞാല് എന്താണ്? ഓരോ ജോബ് റോളുകളിലും ഏറ്റവും നല്ല രീതിയിൽ അവിടുത്തെ എംപ്ലോയീസിന് പെർഫോം ചെയ്യുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ ബേസ് ചെയ്തിട്ട് വേണം അവർ പെർഫോം ചെയ്യാനായിട്ട്. അവരുടെ പെർഫോമൻസിൽ എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു പെർഫോമൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും പിന്നെ ഓരോ ജോബ് റോളുകളിലും എംപ്ലോയീസിന് അവർക്ക് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമായിട്ടുള്ള എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവർക്ക് സ്വയം വികസിക്കണം, അവർക്ക് സ്വയം എക്സ്പോഷർ ചെയ്യാനായിട്ടുള്ള ഒരു കരിയർ ഡയറക്ഷൻസ് അവിടെ ഉണ്ടെന്നും വ്യക്തമാക്കിയിരിക്കണം, വ്യക്തമായിട്ട് ഉറപ്പാക്കിയിരിക്കണം. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. അതാണ് കേട്ടോ. ensures each job type has objective standards of performance and that career directions for each position can be clearly identified. ഒരു ജോബ് റോളിൽ നിന്നുകൊണ്ട് എംപ്ലോയീസിന് സ്വയം ഡെവലപ്പ് ചെയ്യാൻ പറ്റണം, അവർക്ക് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമുള്ള എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസുകളും അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ensures each employee has an individual development plan and that managers and supervisors hold direct reports accountable for achieving each objective in their plan. ഓക്കെ, എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ എംപ്ലോയീസിനും ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. നമുക്ക് ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അതോടൊപ്പം എംപ്ലോയിക്ക് സ്വയം ഡെവലപ്പ് ചെയ്യാനും ഗ്രോ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം അവിടെ അല്ലെ. അതാണ് അവർ പറയുന്നത്. ഓരോ എംപ്ലോയീസിനും ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ അവർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം? അവരെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന മാനേജേഴ്സും സൂപ്പർവൈസേഴ്സും ഉറപ്പുവരുത്തണം അല്ലെ. എംപ്ലോയീസിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളും അവരെ മുന്നോട്ട് നയിക്കുന്നത് ആരാണ്? അവരുടെ മാനേജർമാരും സൂപ്പർവൈസേഴ്സും ആണ് അല്ലെ. അപ്പൊ ഓരോ എംപ്ലോയീസിന് വ്യക്തിഗതമായിട്ട് അവർക്കൊരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ആ ഒരു ഡെവലപ്മെന്റ് പ്ലാനിനനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അവർ മുന്നോട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം? അവരെ മുന്നോട്ട് നയിക്കുന്ന മാനേജർമാരും സൂപ്പർവൈസേഴ്സും ഉറപ്പുവരുത്തണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? അടുത്തത് എന്താണ്? ensures every employee has a formal career plan. ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഓരോ എംപ്ലോയീസിനും വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടി സർവീസ് കൊടുക്കുക മാത്രമല്ല, നമുക്ക് നമ്മുടെ കരിയറും കൂടെ അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റണം അല്ലെ. നമുക്ക് ഗ്രോ ചെയ്യാനും നമ്മളുടെ അറിവും നമ്മുടെ കഴിവും എല്ലാം തന്നെ നമുക്ക് അവിടെ എന്താണ് ഉയർത്താൻ പറ്റണം അല്ലെ, വളർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ എംപ്ലോയിനും അവർക്ക് അവരുടേതായ ഫോർമൽ ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? സ്ട്രക്ചർ റെഗുലർ കോച്ചിങ് സെഷൻസ് ബിറ്റ്വീൻ മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ആൻഡ് ദെയർ ഡയറക്റ്റ് റിപ്പോർട്ട്സ്. അതുപോലെ തന്നെ ഈ ഡയറക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണെന്നറിയോ? ടീം മെമ്പേഴ്സ് ആണ് കേട്ടോ. അതായത് മാനേജേഴ്സിന്റെ സൂപ്പർവൈസേഴ്സിന്റെ ഡയറക്റ്റ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജർമാരുടെ അടുത്തും സൂപ്പർവൈസേഴ്സിന്റെ അടുത്തും റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്, അവരോട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ടീം മെമ്പേഴ്സ് ആണ്. അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ പറയുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും പിന്നെ അവരുടെ ടീം മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള റെഗുലർ കോച്ചിങ് കൊടുക്കുക അല്ലെ, അവർക്ക് വികസിക്കാൻ, അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എന്ത് കൊടുക്കുക? കോച്ചിങ്സ്, റെഗുലർ ആയിട്ടുള്ള കോച്ചിങ് സെഷൻസുകള്, ഗൈഡൻസ്, സപ്പോർട്ട്, ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ സ്ട്രക്ചർ ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ? അടുത്തത് എന്താണ് പറയുന്നത്? റിവാർഡ്സ് മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഫോർ അച്ചീവിംഗ് ഡെവലപ്മെന്റൽ സക്സസ് വിത്ത് ദയർ ഡയറക്റ്റ് റിപ്പോർട്ട്സ് കേട്ടോ. അതുപോലെ തന്നെ ഡയറക്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ടീം മെമ്പേഴ്സ് ആണ് കേട്ടോ. അതുപോലെ ടീം മെമ്പേഴ്സ് അവര് എപ്പോഴാണ് അവര് സക്സസ് ആവുന്നത് അല്ലെ, ടീം മെമ്പേഴ്സ് അതായത് അവിടുത്തെ എംപ്ലോയീസ് എത്രയും നന്നായിട്ട് അവര് പ്രവർത്തിച്ച് അവര് സക്സസ് ആവുന്ന സമയത്ത് അവരെ മുന്നോട്ട് നയിക്കുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എന്ത് കൊടുക്കണം? റിവാർഡ്സ്, റെക്കഗ്നിഷൻസ് ഒക്കെ കൊടുക്കണം അല്ലെ, പ്രതിഫലങ്ങള്, അംഗീകാരം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്? മാനേജർമാർക്ക് സൂപ്പർവൈസേഴ്സിന് റിവാർഡ്സ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യം അവരാണ് ഈ പറയുന്ന ടീം മെമ്പേഴ്സിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആണല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് അവരുടെ ഈ പറയുന്ന മാനേജർമാർക്ക് സൂപ്പർവൈസേഴ്സിന് അവരുടെ എംപ്ലോയീസിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാനേജേഴ്സിന് സൂപ്പർവൈസേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള റിവാർഡ് കൊടുക്കണം അല്ലെ. കാര്യം അവരുടെ ടീം മെമ്പേഴ്സ് അവരുടെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും അവര് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് അവരെ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനേജേഴ്സിന് സൂപ്പർവൈസേഴ്സിന് ആവശ്യമായിട്ടുള്ള റിവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് സാധ്യമാകും? ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അവിടെ സാധ്യമാകും. അതാണ് എന്ത്? ഡെവലപ്മെന്റ് പ്ലാനിനകത്ത് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. അതായത് ഓരോ ജോബ് ടൈപ്പിനും അത് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ആവശ്യമായിട്ട് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുകയും അതുപോലെ അവരുടെ ആ ഒരു പൊസിഷൻ ഇരുന്നുകൊണ്ട് മാക്സിമം ഗ്രോ ചെയ്യാനുള്ള എല്ലാ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഓരോ എംപ്ലോയീസിനും അവർക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടെന്നും അതിനനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാനേജർമാരും സൂപ്പർവൈസേഴ്സും ഉറപ്പുവരുത്തണം. ഓരോ എംപ്ലോയിനും വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ഉണ്ടെന്ന് എൻഷുർ ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും അവരുടെ ടീം മെമ്പേഴ്സിനും ആവശ്യമായിട്ടുള്ള റെഗുലർ കോച്ചിങ്ങും ഗൈഡൻസും സപ്പോർട്ടും കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ അവരുടെ ടീം മെമ്പേഴ്സ് ഏറ്റവും ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സക്സസ്ഫുൾ ആവുന്ന സമയത്ത് അവരെ ലീഡ് ചെയ്യുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും ആവശ്യമായിട്ടുള്ള റിവാർഡുകളും അതുപോലെ റെക്കഗ്നീഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഡെവലപ്മെന്റ് പ്ലാൻ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ജസ്റ്റ് വായിച്ചു നോക്കി. ഓക്കെ അല്ലേ? അടുത്ത് പറയട്ടെ. നെക്സ്റ്റ് ഫേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നേരിട്ടുള്ള അർത്ഥം എടുക്കരുത്, അതിന് പല മീനിങ്ങുകളിലാണ് കേട്ടോ. ഓക്കെ, ഇതിന് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ഫേസ് പറയാണ്, നാലാമത്തെ ഫേസ് ദ റീടെൻഷൻ പ്ലാൻ ആണ് കേട്ടോ. റീടെൻഷൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അവരെ ഡെവലപ്പ് ചെയ്തു. ഇനി എന്ത് വേണം? കഴിവുള്ള ജീവനക്കാരെ നമ്മൾ നിലനിർത്തണം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ആ ഒരു ഫേസ് ആണിത്. റീടെൻഷൻ പ്ലാൻ, നിലനിർത്തൽ പ്ലാൻ ആണ് കേട്ടോ. നോക്കാം. അലയൻസ്
rewards and recognition system with the individual performance and development plans. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ പെർഫോമൻസിനനുസരിച്ച് കൊണ്ടുള്ള റിവാർഡ്സുകളും റെക്കഗ്നീഷൻസുകളും കൊടുക്കുക. ഓക്കെ, മനസ്സിലായത്? ഇതിൽ ഓരോ എംപ്ലോയീസ് എത്രത്തോളം നന്നായിട്ട് അവർ പെർഫോം ചെയ്യുന്നുണ്ട്, അവർ എത്രത്തോളം ഗ്രോ ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ച് അവർക്ക് റിവാർഡ്സുകളും റെക്കഗ്നീഷൻസുകളും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് അവിടെ നിലനിൽക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കും, അല്ലെ? അവരുടെ കഴിവുകൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിന് നമ്മൾ റിവാർഡ്സ് കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എംപ്ലോയീസിന് എന്താണ് അവിടെ നിലനിൽക്കാനായിട്ടുള്ളൊരു പ്രവണത അവരിലുണ്ടായിരിക്കും, അല്ലെ? നമ്മുടെ ഉദ്ദേശിച്ചതല്ലേ റിട്ടൻഷൻ ചെയ്യാന്നുള്ളതാണ്, അല്ലെ? അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അലയൻസ് റിവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ സിസ്റ്റംസ് with an individual performance and development plans. Okay. Then second point endana? Surveys employees regularly to benchmark employee satisfaction and determine changes in attitudes and motivators. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഈ പറയുന്ന എംപ്ലോയീസ് അവരുടെ ജോലിയിൽ എത്രത്തോളം സംതൃപ്തരാണ്, അല്ലെ? എത്രത്തോളം അവരവരുടെ ജോലിയിൽ സംതൃപ്തരാണ് എന്ന് തിരിച്ചറിയുന്നതിനായിട്ട് പതിവായിട്ട് അവിടെ പരിശോധനകൾ നടത്തണം, സർവേ നടത്തണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എംപ്ലോയീസ് അവർ ചെയ്യുന്ന ജോലിയിൽ അവര് സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെ? അവർ എത്രത്തോളം സംതൃപ്തരാണ് എന്ന് എന്താണ് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട്, വിലയിരുത്താനായിട്ട് എന്ത് ചെയ്യണം? എംപ്ലോയീസിന്റെ ഇടയിൽ സർവേകൾ നടത്തണം, അല്ലെ? സർവേകൾ നടത്തണം. എന്നിട്ട് എന്ത് വേണം? ആൻഡ് ഡിറ്റർമിൻ ചേഞ്ചസ് ഇൻ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് മോട്ടിവേറ്റേഴ്സ്. നമ്മൾ അങ്ങനെ സർവേ നടത്തുമ്പോൾ നമ്മൾ അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സുകള് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ്സില്, അല്ലെ, അവരുടെ ആറ്റിറ്റ്യൂഡ്സില് ചേഞ്ചസുകൾ വരുത്താനും എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് തിരിച്ചറിയണം. നമുക്ക് അവരെ നിലനിർത്താന്നുള്ളതാണ്, അല്ലെ? കഴിവുള്ള ജീവനക്കാരെ നിലനിർത്താന്നുള്ളതാണ്. അവരെ നിലനിർത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവരെത്രത്തോളം അവരുടെ ജോലിയിൽ സംതൃപ്തരാണെന്നുള്ളത് വിലയിരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സർവേകൾ നടത്തണം. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും അതൃപ്തികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അല്ലെ? അവരുടെ ആറ്റിറ്റ്യൂഡ്സിൽ ചേഞ്ചസ് വരുത്തണം. എന്തൊക്കെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളിലൂടെ നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഫേസിനകത്ത് തിരിച്ചറിയണം. ഓക്കെ. പിന്നെന്താണ്? എൻഷുവേഴ്സ് ആക്ഷൻ ഓൺ സർവേ റിസൾട്ട്. ഈ ഒരു സർവേ ഇത് തന്നെയാണ് പറഞ്ഞ കാര്യമാണ്. ഈ സർവേ റിസൾട്ടിനനുസരിച്ച്, സർവേയിൽ നിന്ന് നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് നടപടികൾ ഉറപ്പാക്കുക, അല്ലെ? അവര് സംതൃപ്തരല്ലെങ്കിൽ അവർക്ക് തൃപ്തിപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ആ രീതിയിൽ സർവേ റിസൾട്ടിനനുസരിച്ച് കൊണ്ട് നടപടികൾ എടുക്കാന്നുള്ളതാണ് കേട്ടോ. അടുത്തത് എന്താണ്? റേറ്റ്സ് ആൻഡ് റിവാർഡ്സ് മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഫോർ successfully retaining qualified successful employees as well as for achieving the traditional business metrics of the position. അതെ, അതുകൂടാതെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും അതിലൂടെ ആ ബിസിനസിന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നയിക്കുന്ന മാനേജർമാർക്കും സൂപ്പർവൈസേഴ്സിനും പ്രതിഫലങ്ങളും അംഗീകാരങ്ങളും പ്രൊവൈഡ് ചെയ്യാം, അല്ലെ? എംപ്ലോയീസിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത് മാനേജർമാരും സൂപ്പർവൈസേഴ്സും ആണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും അവർക്കറിയാൻ പറ്റും, മാനേജർമാർക്ക് സൂപ്പർവൈസേഴ്സിന് അറിയാൻ പറ്റും അവരുടെ ടീം മെമ്പേഴ്സിന് അല്ലെങ്കിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയീസിന് ആരൊക്കെയാണ് ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. അപ്പൊ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും അതിലൂടെ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നയിക്കുന്ന മാനേജർമാർക്കും സൂപ്പർവൈസേഴ്സിനും ആവശ്യമായിട്ടുള്ള പ്രതിഫലങ്ങളും അംഗീകാരങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ. പിന്നെന്താണ്? എൻഷുവേഴ്സ് all key positions in your organization have a formal active succession plan in place. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. Ensures that all key positions in your organization have a formal active succession plan in place. അതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷന്റെ വിവിധ പൊസിഷനുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു
ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സക്സഷൻ പ്ലാൻ അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്നറിയോ? അതായത് ഒരു ഓർഗനൈസേഷനിൽ പല പല ജോബ് റോളുകൾ ഉണ്ടെന്ന് അറിയാലോ. പല ജോബ് ടൈറ്റിൽസ് ഉണ്ട്, പല പല പൊസിഷൻസുകളുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് ഒരാളെ ലീവ് ചെയ്ത് പോവാണെന്ന് വിചാരിക്കാം. അതായത് ആ ജോലി മതിയാക്കി പോവുകയാണെങ്കിൽ പിന്നീട് ആ ഒരു റോള് ആര് ടേക്ക് ഓവർ ചെയ്യണം, ആര് ഏറ്റെടുക്കണം, ആരാണ് ആ ഒരു റോള് കൈകാര്യം ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള സക്സഷൻ പ്ലാൻ അവിടെ ഉണ്ടായിരിക്കും. സക്സഷൻ എന്ന് പറഞ്ഞ പിന്തുടർച്ച എന്നുള്ള അർത്ഥമാണ്. അതായത് ഈ ഒരു ജോലിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തെങ്കിലും കാരണവശാൽ അയാളെ ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ആ ജോലി മതിയാക്കി അയാൾ ആ ഓർഗനൈസേഷൻ ലീവ് ചെയ്ത് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ പോകുമ്പോ അവിടെ ആ ജോലിയിൽ തടസ്സം വരാൻ പാടില്ല, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ വരാൻ പാടില്ല, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു റോളിലേക്ക് പിന്നീട് ആരാണ് ആ റോള് ടേക്ക് ഓവർ ചെയ്യുന്നത്, ആരാണ് ഇനി ആ റോള് എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ പറ്റി, അത് ആ ഒരു ഓർഗനൈസേഷനിലെ ഏതൊക്കെ എല്ലാ പൊസിഷൻസിനും, ഇന്നതെന്ന് മാത്രമല്ല എല്ലാ പൊസിഷൻസിനും ആവശ്യമായിട്ടുള്ള ഒരു സക്സഷൻ പ്ലാൻ പറഞ്ഞ പ്രിപ്പയറിംഗ് എംപ്ലോയീസ് ഫോർ ദ ഫ്യൂച്ചർ ലീഡർഷിപ്പ് റോൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു സക്സഷൻ പ്ലാൻ അവിടെ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അതൊക്കെ ചെറിയ പൊസിഷൻ തൊട്ട് വലിയ പൊസിഷൻ ആയിക്കോട്ടെ, വലിയ പൊസിഷനിൽ മാത്രമല്ല ചെറിയ പൊസിഷൻ തൊട്ട് വലിയ പൊസിഷൻ ആയിക്കോട്ടെ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ പൊസിഷൻസുകൾക്കും ആവശ്യമായിട്ടുള്ള ഒരു സക്സഷൻ പ്ലാന് അവിടെ ഉണ്ടായിരിക്കണം. കാരണം ഇൻ കേസ് അവിടെ ആരെങ്കിലും ആ ജോലി വിട്ടു പോവുകയാണെങ്കിൽ ആ ജോബ് റോള് ഇനി ആര് കൈകാര്യം ചെയ്യണം, ആര് ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് കൂടെ നമ്മൾ മുൻകൂട്ടി ചെയ്തിരിച്ചിരിക്കണം, പ്ലാൻ ചെയ്ത് നമ്മൾ വെച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് റിട്ടൻഷൻ പ്ലാൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. റിട്ടൻഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽസിന്റെയും പെർഫോമൻസിനനുസരിച്ച് കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രതിഫലങ്ങളും അംഗീകാരവും കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ എംപ്ലോയീസ് അവരുടെ ജോലിയിൽ എത്രത്തോളം സംതൃപ്തരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സർവേകൾ നടത്തുക. അതിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡുകളിൽ ചേഞ്ചസ് വരുത്തുക. എന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, എന്തിലൂടെയാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അവരെ നിലനിർത്തേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അവരെ ഡിറ്റർമിൻ ചെയ്യുന്നു. ആ സർവേ റിസൾട്ടിനനുസരിച്ച് കൊണ്ട് നമ്മൾ നടപടികൾ എടുക്കുന്നു. അതുപോലെ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എംപ്ലോയീസിനെ നിലനിർത്താനും അതിലൂടെ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ നയിക്കുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും പ്രതിഫലങ്ങൾ കൊടുക്കുക. ഓർഗനൈസേഷനിലെ എല്ലാ പൊസിഷൻസിനും വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് സക്സഷൻ പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? റിട്ടൻഷൻ പ്ലാൻ മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് പറയാം കേട്ടോ. അടുത്ത ഫേസ് എന്ന് പറഞ്ഞാല് ദ അസസ്മെന്റ് പ്ലാൻ ആണ് കേട്ടോ. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? വിലയിരുത്താം, അല്ലെ? അപ്പൊ നമ്മള് റിക്രൂട്ട് ചെയ്തു, അവർക്ക് വേണ്ട ഗ്രോത്തിന് ഡെവലപ്മെന്റിനുള്ള അവസരങ്ങൾ കൊടുത്തു, നമ്മൾ കഴിവുള്ള എംപ്ലോയീസിനെ അവിടെ റീടെൻഷൻ ചെയ്തു. ഇനി എന്ത് വേണം? അസസ്മെന്റ് പ്ലാൻ ആണ്, അല്ലെ? അവരുടെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം? വിലയിരുത്തണം, അല്ലെ? ഓക്കെ, അസസ്മെന്റ് പ്ലാൻ. അസസ്മെന്റ് പ്ലാനിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? എൻഷുവേഴ്സ് each employee is formally assessed periodically throughout each year. അതായത് ഓരോ വർഷം, അല്ലെ ഒരു വർഷം എന്നല്ല, വർഷം മുഴുവനും ഈ പറയുന്ന എംപ്ലോയീസ് പതിവായിട്ട് അവർ വിലയിരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, എൻഷുവേഴ്സ് ഈച്ച് എംപ്ലോയി ഈസ് ഫോർമലി അസസ്ഡ് പീരിയോഡിക്കലി ത്രൂ ഔട്ട് ഈച്ച് ഇയർ. അതായത് ഓരോ എംപ്ലോയിയും വർഷം മുഴുവൻ അവര് വളരെ ഔപചാരികമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവരെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ടോ അല്ല അവരെ വിലയിരുത്തുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ നല്ല അർത്ഥത്തിലാണ്. അത് അവരെ വിലയിരുത്താന്ന് പറയുമ്പോൾ അവരെ വിലയിരുത്തി അവർക്ക് മാർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ത്രൂ ഔട്ട് ഇയർ നമ്മൾ അവരെ വിലയിരുത്താന്ന് പറയുമ്പോൾ അവർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും അതിന് വേണ്ട ആ ഒരു സപ്പോർട്ടും ആ ഒരു ഗൈഡൻസും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ അവരെ അസസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? കമ്പെയിൽസ് ഈച്ച് എംപ്ലോയി ടു എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്, ബിഹേവിയറൽ ആൻഡ് കൾച്ചറൽ നോംസ് and rates each employee
വിത്തിൻ എ ജോബ് ടൈപ്പ് എഗെയിൻസ്റ്റ് ദയർ പിയേഴ്സ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ എംപ്ലോയിയും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. ഓക്കെ, നമ്മൾ ഓരോരുത്തരുടെ പെർഫോമൻസ് വിലയിരുത്തേണ്ടത് അത് ആ സ്ഥാപനത്തിന് കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ ഒരു സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എംപ്ലോയീസിനെ വിലയിരുത്തേണ്ടത്. അതിനനുസരിച്ചും അതുപോലെ ആ കമ്പനിയുടെ കൾച്ചർ ഉണ്ടാവും അല്ലെ. ബിഹേവിയറൽ ആൻഡ് കൾച്ചറൽ നോംസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ കൾച്ചർ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിന് അനുസരിച്ചുകൊണ്ടും കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടുമാണ് നമ്മൾ ഒരു എംപ്ലോയിനെ വിലയിരുത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഒരേ ജോബ് റോളുകൾ കൈകാര്യം ചെയ്യുന്ന സിമിലർ ജോബുകൾ ചെയ്യുന്ന മറ്റുള്ള പിയേഴ്സ് എന്ന് പറഞ്ഞാൽ അതേ ജോലി ചെയ്യുന്ന അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു കൊളീഗ്സ് ഉണ്ടല്ലോ, അവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്, കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യേണ്ട പെർഫോമൻസ് മീൻസ് എംപ്ലോയീസ് ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ രീതിയിലാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത എന്താണ്, എൻഷുവേഴ്സ് ദാറ്റ് ഡെവലപ്മെന്റ് പ്ലാൻസ് ആർ ഇൻ പ്ലേസ് ഫോർ ഓൾ എംപ്ലോയീസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതായത് ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർക്ക് അവരുടേതായ ഒരു ഡെവലപ്മെന്റ് പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. മനസ്സിലായോ? അതായത് ഒരു പേഴ്സണലൈസ്ഡ് ഡെവലപ്മെന്റ് പ്ലാൻ അവർക്ക് ഉണ്ടായിരിക്കണം. ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളോടൊപ്പം തന്നെ അവർക്ക് സ്വയം ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുമായിട്ടൊരു ഡെവലപ്മെന്റ് പ്ലാൻ അവിടെ ഉറപ്പുവരുത്തണം. ആൻഡ് ദാറ്റ് കറക്റ്റീവ് ആക്ഷൻ പ്ലാൻസ് എക്സിസ്റ്റ് ഫോർ അണ്ടർ പെർഫോമിംഗ് എംപ്ലോയീസ്. അത് മാത്രമല്ല, വളരെ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള, അതായത് വളരെ മോശം പ്രകടനം ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ പ്ലാൻസുകളും അവിടെ ഉണ്ടായിരിക്കണം, ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അതായത് ഓരോ എംപ്ലോയീസിനും അവർക്ക് അവരുടേതായ ഡെവലപ്മെന്റ് പ്ലാൻസുകൾ ഉണ്ടെന്നും ഇനി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന എംപ്ലോയീസിന് അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവാൻ, ഇംപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റീവ് ആക്ഷൻ പ്ലാൻസുകൾ അവിടെ ഉറപ്പാക്കിയിരിക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? അസസ്മെന്റ് പ്ലാൻ ഓക്കെ ആണോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, അടുത്തത് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആണ് കേട്ടോ. അസസ്മെന്റിനും കൂടെ കഴിഞ്ഞ അടുത്ത കേസ് ഏതാണ്? ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ ആണ്. ഔട്ട് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ലെറ്റിംഗ് ദ എംപ്ലോയീസ് ടു ലീവ് ദ ഓർഗനൈസേഷൻ എന്നാണ് അർത്ഥം. അതായത് ഒരു ഓർഗനൈസേഷനിൽ നിന്ന് ഒരാൾക്ക് ലീവ് ചെയ്തു പോവാൻ, വിട്ടുപോകാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കുക. അതാണ് എന്ത് ഔട്ട് പ്ലേസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ. ഓക്കെ, നോക്കുക. ഡിറ്റർമിൻസ് when a job type is no longer required by the organization and moves to eliminate it immediately. അതായത് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷന്റെ ഏതൊക്കെ ജോബ് ടൈപ്പുകളാണ് ഇനി അധികം അനിവാര്യമല്ലാത്തത്, അല്ലെ? അതായത് നമുക്ക് ഇനിയിപ്പോ അധികം ആവശ്യമില്ലാത്ത ജോബ് ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യാം. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ പല പല ജോബ് കാര്യങ്ങൾ ഉണ്ടാവും. മാനുവലി ഒക്കെ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ, ജോബ് ടൈപ്പുകൾ ഉണ്ടാവും. പക്ഷെ പിന്നീട് വല്ല പുതിയ പുതിയ ടെക്നോളജി വരുമ്പോ അല്ലെങ്കിൽ പുതിയ വല്ല സോഫ്റ്റ്വെയർ സംവിധാനങ്ങളൊക്കെ വരുമ്പോ ചില ജോലികൾ അവിടെ എന്തായി മാറും? ഈ പറയുന്ന പോലെ അതിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടും. ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും AI അല്ലെ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് വന്നതോടുകൂടി കുറെ മേഖലകളൊക്കെ താഴെ പോയി അല്ലെ. ചില റോളുകൾ, ചില ജോബുകളുടെ ആ ഒരു പ്രാധാന്യം നഷ്ടപ്പെടും. കാര്യമെല്ലാം എന്ത് ചെയ്യും? AI ചെയ്യും.
അല്ലെ എന്നതുപോലെ ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ നോക്കണ്ട. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എത്രയേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷന് ഏതൊക്കെ ജോബ് ടൈപ്പുകളാണ് ഇനി അധികം ആവശ്യമില്ലാത്തത്, അല്ലെ ആവശ്യമില്ലാത്തത് നമുക്ക് ചിലപ്പോൾ ഈ അധികം പ്രസക്തമല്ലാത്ത ചില ജോബ് ടൈപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അത് ഡിറ്റർമിൻ ചെയ്യാം. അങ്ങനെയുള്ള ജോബ് ടൈപ്പുകൾ എത്രയും പെട്ടെന്ന് വളരെ ക്വിക്കായിട്ട് അത് എലിമിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, determines when a job type is no longer required by the organization and moves to eliminate it immediately. Okay, clear? അടുത്തത് എന്താണ്? determines when a job type has changed sufficiently to warrant a reassessment of the employee currently filling those positions. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇനി ഏതെങ്കിലും ജോബ് ടൈപ്പുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് റോളുകള് വളരെ എന്താ പറയാ സിഗ്നിഫിക്കന്റ് ആയിട്ട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കട്ടെ. ഇപ്പൊ അതായത് കുറെ കാലങ്ങളോളം ചെയ്തിരുന്ന ഒരു പ്രത്യേക ഒരു ജോബ് റോള്, അല്ലെ ഏതെങ്കിലും ഒരു ജോബ് റോള്, അതിപ്പോ പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം വന്നു. അപ്പൊ സോഫ്റ്റ്വെയർ സംവിധാനം വന്നപ്പോ അതിന്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെട്ടു. കാര്യം ആ സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് മാനുവൽ അല്ലാതെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ജോലി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഏതെങ്കിലും ഒരു ജോബ് റോളുകളിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മാറ്റം വന്നു എന്നിരിക്കട്ടെ. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാല് നിലവില് ആ ജോബ് റോള് അല്ലെങ്കിൽ ആ ജോലി കൈകാര്യം ചെയ്യുന്ന വ്യക്തി ആ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് അയാൾക്ക് അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യും. മനസ്സിലായോ പറഞ്ഞർത്ഥം? when a job type has changed sufficiently. ഇപ്പൊ ഏതെങ്കിലും ഒരു ജോബ് റോളുകള് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മാറ്റം വന്നുകൊണ്ടിരിക്കട്ടെ. ജോബ് റോൾ എന്ന് പറയുമ്പോൾ ആ ജോലിക്ക് അതിൻ്റെതായ ചില ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കട്ടെ, പുതിയ മാറ്റങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നുകൊണ്ടിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിലവിൽ ആ ജോലി ചെയ്തിരുന്ന എംപ്ലോയീസ് ആ പുതിയ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് അവർ തയ്യാറാണോ, അല്ലെങ്കിൽ ആ പുതിയ മാറ്റങ്ങളുമായിട്ട് അവർക്ക് ഫിറ്റ് ആവാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചില ആളുകൾക്ക് പുതിയ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല, അല്ലെ? അങ്ങനെ വരാലോ. അപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു പ്ലേസിൽ ആ ജോബ് റോളിൽ അവരത് ഫിറ്റ് ആണോ, അവരനുയോജ്യരാണോ, അവർക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, അതാണ് കേട്ടോ. determines when a job type has changed sufficiently to warrant a reassessment of the employees currently filling those positions. ആ ജോലി നിലവിൽ ചെയ്യുന്ന എംപ്ലോയീസ് അത് ചെയ്യാൻ അവർ പ്രാപ്തരാണോ, അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് റീഅസസ് ചെയ്യുക, അതായത് വിലയിരുത്തുക, പുനർമൂല്യനിർണ്ണയം നടത്തുക. ഓക്കെ, അത്രയും കേട്ടോ. അടുത്തത് എന്താണ്? determines when an employee is no longer meeting requirements in a given job type and move to improve performance, transfer the employee to another job type or outplace the employee. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ഇപ്പൊ ഏതെങ്കിലും ജോബ് ടൈപ്പിനനുസരിച്ചിട്ടുള്ള ആവശ്യകതകള് മീറ്റ് ചെയ്യാനായിട്ട് നിറവേറ്റാനായിട്ട് ഒരു എംപ്ലോയിക്ക് സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. അതായത് അവര് ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ ജോലിയുടെ റിക്വയർമെന്റ്സുകൾ സാറ്റിസ്ഫൈ ചെയ്യാനോ ഒരു എംപ്ലോയിക്ക് ഇപ്പൊ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ പെർഫോമൻസ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അതായത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? ട്രാൻസ്ഫർ ദ എംപ്ലോയി ടു അനദർ ജോബ് ടൈപ്പ്. മറ്റേതെങ്കിലും ജോബ് ടൈപ്പിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. നിലവിലുള്ള ജോബ് ടൈപ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകിൽ അവർക്ക് അവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കുക, എന്ന് വെച്ചാൽ അവർക്ക് അതിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക. അതുമല്ലെങ്കിൽ അവരെ മറ്റേതെങ്കിലും ഒരു ജോബ് ടൈപ്പിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഓർ ഔട്ട് പ്ലേസ് ദ എംപ്ലോയി, ആ എംപ്ലോയിനെ ആ ഓർഗനൈസേഷൻ വിട്ടുപോകാനായിട്ട് അവർക്ക് അനുവാദം കൊടുക്കാം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഔട്ട് പ്ലേസ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഒന്നുകിൽ അവർക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കാം. അതുകൊണ്ടും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മറ്റേതെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റേതെങ്കിലും ജോബ് ടൈപ്പിലോട്ട് അവരെ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അതും ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ആ ഒരു ഓർഗനൈസേഷൻ വിട്ടുപോകാനുള്ള അനുവാദം അവർക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? determine why people are leaving the organization on their own and take steps to improve negative situations. ഇനി
അങ്ങനെ ഈ പറയുന്ന ആളുകള് ആ ഒരു ഓർഗനൈസേഷൻ ലീവ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ലീവ് ചെയ്ത് അവര് സ്വമേധയാ വിട്ടുപോകുന്നതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. എന്നിട്ട് എന്ത് വേണം, അത്തരം നെഗറ്റീവ് സിറ്റുവേഷൻസിനെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുക. ഓക്കെ, വെറുതെ ഒരാളെ വിട്ടുപോകില്ലല്ലോ, ജോലി വിട്ടുപോകില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ടേൺ ഓവർ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം, അതിന്റെ റീസൺ മനസ്സിലാക്കണം, അതിന്റെ ഇടയിലുള്ള ഇഷ്യൂസ് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് അത് ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് അത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള നെസസറി സ്റ്റെപ്സുകൾ എടുക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫീഡ്ബാക്ക് ലൂപ്പ് കേട്ടോ. എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പ്? എന്താണ് ഫീഡ്ബാക്ക് ലൂപ്പിനകത്ത് പറയുന്നത്? ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമുക്ക് ഈ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഫീഡ്ബാക്കിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഫീഡ്ബാക്കിലൂടെ സാധിക്കുള്ളൂ അല്ലെ, ഫീഡ്ബാക്കിലൂടെ നമുക്ക് സാധിക്കുള്ളൂ. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം, ഡിസൈൻ എ ഫീഡ്ബാക്ക് സിസ്റ്റം that has input points throughout the employee life cycle and that captures relevant data, establishes trends and provides managers and supervisors with usable data. അതായത് ഇവിടെ പറയുന്നത് ഒരു എംപ്ലോയിയുടെ ലൈഫ് സൈക്കിളുടനീളം എന്ത് ചെയ്യുക, അവരിൽ നിന്നും ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുക അല്ലെ. അതായത് അവര് ലൈഫ് സൈക്കിളിലുടനീളം എന്ന് വെച്ചാൽ അവർ ആ സ്ഥാപനത്തിൽ എത്രത്തോളം കാലം അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ആ ഒരു ലൈഫ് സൈക്കിൾ മുഴുവനും അവരിൽ നിന്നും എന്ത് ചെയ്യുക, ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഡാറ്റകൾ, റിലവന്റ് ഡാറ്റകൾ എല്ലാം തന്നെ കളക്ട് ചെയ്ത് ആ ഒരു പ്രവണതകൾ നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു ട്രെൻഡ് എങ്ങനെയാണുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരെ നയിക്കുന്ന മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? അതായത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിന് എത്രത്തോളം കാലം അവർ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ത്രൂ ഔട്ട് ലൈഫ് സൈക്കിൾ ഉടനീളം നമ്മൾ അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അങ്ങനെ ആ റിലവന്റ് ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ ട്രെൻഡും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഏത് രീതിയിലാണ്, അത് നമുക്ക് ബിസിനസ് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റുന്നുണ്ടോ, ആ ഒരു ട്രെൻഡ് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും അതിൽ നിന്നും ലഭിക്കുന്ന ആ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതനുസരിച്ച് മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും എംപ്ലോയീസിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എത്രത്തോളം നന്നായിട്ട് അവരുടെ എംപ്ലോയീസിനെ ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നോ അത്രത്തോളം നമുക്ക് ഓർഗനൈസേഷനെ സക്സസ്ഫുൾ ഉറപ്പാക്കാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, പിന്നെന്താണ്, ഡിറ്റർമിൻ ദ മോസ്റ്റ് കോമൺ റീസൺസ് എംപ്ലോയീസ് ലീവ് കേട്ടോ. അതുപോലെ എംപ്ലോയീസ് വിട്ടുപോകാനുള്ള പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്, ബിൽഡ് എ ഡാറ്റാബേസ് ടു ഐഡന്റിഫൈ ആൻഡ് ട്രാക്ക് ദ ട്രെൻഡ്സ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യുക കേട്ടോ. അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഫീഡ്ബാക്കുകൾ, ഡാറ്റകൾ കളക്ട് ചെയ്യാനും അത് അനലൈസ് ചെയ്യാനും മറ്റുമായിട്ട് തിരിച്ചറിയാനും ട്രാക്ക് മനസ്സിലാക്കാനും ഡാറ്റകൾ കളക്ട് ചെയ്യാനും ആ ഫീഡ്ബാക്ക് എടുക്കാനും ഒക്കെ ആയിട്ട് കൃത്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ, ഡാറ്റാബേസ് സംവിധാനങ്ങൾ എന്ത് ചെയ്യുക, ബിൽഡപ്പ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. പിന്നെന്താണ്, പ്രൊവൈഡ് ഇൻഡിവിജ്വൽ മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് with a detailed feedback on employees who leave their areas of responsibility. അതിന് പുറമെ ഈ ജോലി വിട്ടുപോകുന്ന അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ, ഡീറ്റെയിൽഡ് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ട് അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യാം, മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും പ്രൊവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് ആ ജോലി വിട്ടു പോകുന്ന ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ലീവ് ചെയ്തു പോകുന്ന എംപ്ലോയീസിൽ നിന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ എടുക്കുക. എന്നിട്ട് അത് അവരുടെ മാനേജേഴ്സിനും സൂപ്പർവൈസേഴ്സിനും പ്രൊവൈഡ് ചെയ്യും. അവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് എംപ്ലോയീസ് വിട്ടുപോയത്, അല്ലെങ്കിൽ വിട്ടുപോകാനുള്ള കാരണം എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നടപടികൾ എടുക്കാനും പിന്നീട് അങ്ങനെയുള്ള ടേൺ ഓവർ കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. ക്ലിയർ ആയോ ഫീഡ്ബാക്ക് ലൂപ്പ് എന്താണെന്നുള്ളത്? ഓക്കെ ആണോ? ഫീഡ്ബാക്ക് ലൂപ്പ് ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? അത് വളരെ സ്ലോയിലാണ് കേട്ടോ പോകുന്നത്. അത് വേറെ ഒന്നുമുള്ള എല്ലാ ഫേസുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ.
Okay. Next നോക്കുക, the talent management life cycle looks at the entire human resource cycle from the business planning phase to the recruiting and employment event, through the individual's development cycle to the last day of employment of that employee and beyond. അപ്പൊ നമ്മൾ ഇത്രയും 7 ഫേസ് നമ്മൾ പഠിച്ചത് ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ് നമ്മൾ ഈ പറഞ്ഞത്. 7 ഫേസുകളൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു ആ ലൈഫ് സൈക്കിൾ നമ്മൾ പറഞ്ഞത്? ഓർഗനൈസേഷണൽ പ്ലാൻ, റിക്രൂട്ടിംഗ് പ്ലാൻ, ഡെവലപ്മെന്റ് പ്ലാൻ, റിട്ടൻഷൻ പ്ലാൻ, പിന്നെ അസസ്മെന്റ് പ്ലാൻ, ഔട്ട്പ്ലേസ്മെന്റ് പ്ലാൻ, ലാസ്റ്റ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഇങ്ങനെ 7 ഫേസുകളാണ് ഉള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാല് അത് എൻറ്റയർ എംപ്ലോയി ജേർണിനെ കവർ ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു മുഴുവനായിട്ട് ഒരു എംപ്ലോയി ജേർണി എന്ന് പറഞ്ഞാൽ ആ ഒരു എംപ്ലോയി ആ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന തൊട്ട് അവസാനം അവര് ലീവ് ചെയ്ത് പോകുന്നത് വരെ, ഡിപ്പാർച്ചർ വരെ അല്ലെ, ഡിപ്പാർച്ചറും അവർ വിട്ടുപോകുന്നത്, അതിന് അപ്പുറത്തേക്കുള്ള ആ ഒരു എൻറ്റയർ എംപ്ലോയി ജേർണിനെ എന്തിന് കവർ ചെയ്യുന്നുണ്ട്? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. കണ്ടോ, ഫ്രം ദ ബിസിനസ് പ്ലാനിങ് ഫേസിൽ നിന്ന് തുടങ്ങി റിക്രൂട്ടിംഗ്, എംപ്ലോയ്മെന്റ് ഇവന്റ്, ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് സൈക്കിൾ തുടങ്ങി ലാസ്റ്റ് ഡേ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദാറ്റ് എംപ്ലോയി ആൻഡ് ബിയോണ്ട്. ദാറ്റ് മീൻസ് ആ എംപ്ലോയിയുടെ ലാസ്റ്റ് ഡേ, അവർ ആ ഒരു ജോലിയിൽ വിട്ടുപോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, ആ ഒരു ഫുൾ എംപ്ലോയി ജേർണി എന്തിനകത്ത് കവർ ചെയ്യുന്നുണ്ട്? ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിളിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ ഇതോടുകൂടി നമ്മുടെ ടാലന്റ് മാനേജ്മെന്റ് ലൈഫ് സൈക്കിൾ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. പക്ഷെ ഈ 7 ഫേസുകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ 7 ഫേസുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അത് എളുപ്പമാണ് കേട്ടോ. ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മൾ ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്താനും അവരെ വികസിപ്പിക്കാനും അതുപോലെ അവരെ നിലനിർത്താനും നമുക്ക് എന്താ പറയാ എടുക്കാവുന്ന ചില നടപടികൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ, പ്രാക്ടീസസ്, അതൊക്കെയാണ് നമ്മൾ ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ടാലന്റ് മാനേജ്മെന്റിന്റെ പ്രോസസ്സുകളും ഫേസുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി എന്ത് വേണം? അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്താനും അവരെ വികസിപ്പിക്കാനും അവരുടെ ടാലന്റുകൾ തിരിച്ചറിയാനും നമുക്ക് ചെയ്യാവുന്ന, അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് എടുക്കാവുന്ന ചില പ്രാക്ടീസസ്, മെഷേഴ്സ്, അതാണ് എന്ത് ടാലന്റ് മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അത് വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻസോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെയല്ല, നമ്മൾക്കൊരു റിവിഷൻ ക്ലാസ് പോലെ നടത്താം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പേപ്പറാണ്. ടേം എക്സാം ആണല്ലോ. അപ്പൊ ഞാൻ എടുത്ത ചാപ്റ്റർ, ആദ്യത്തെ ടേമിൽ ഞാൻ എടുത്തത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ 29-ാം തീയതി നിങ്ങളുടെ എക്സാം വരുന്നു. അപ്പൊ അതിന് മുൻപായിട്ടൊരു ക്ലാസ്സിൽ നമുക്കതൊരു റിവിഷൻ പോലെ നടത്താം കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, എന്തായാലും നമുക്കത് നടത്താം കേട്ടോ. എക്സാമിന്റെ ഡേറ്റ് ഞാൻ നോക്കട്ടെ, ഏത് ഡേറ്റിലാണ്? 29-നാണ്. അപ്പൊ അതിന് മുമ്പത്തെ ഒരു ക്ലാസ് എങ്ങനെയാന്ന് നോക്കട്ടെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഒരു ക്ലാസ് നമുക്ക് വേറെ പുതിയ ടോപ്പിക് പഠിക്കേണ്ട, പകരം നമുക്ക് ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് റിവൈസ് ചെയ്യാം കേട്ടോ. റിവൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം ഏതൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതിനുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മോക്ക് ടെസ്റ്റ് അതിനൊരു ഉപകാരപ്പെടും കേട്ടോ. മോക്ക് ടെസ്റ്റ് അതേ മോഡലിൽ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അന്നേരം നമുക്കത് ചെയ്യാം. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇന്നത്തെ ക്ലാസ്സില്? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു. താങ്ക് യു മാം.